ഒരു വ്യക്തിയുടെ മേല് ഒരു ദൈവിക വാക്തത്വം ഉണ്ടെങ്കിൽ ആ വാക്തത്വത്തിനകത്തു നിന്ന്, ആ ദൈവിക പദ്ധതിക്കകത്തു നിന്ന് എവിടെ ഓടി ഒളിക്കാൻ നോക്കിയാലും ആ പദ്ധതിക്കകത്തേക്ക് തന്നെ കർത്താവ് നമ്മളെ മടക്കിക്കൊണ്ടുവരും. നമ്മളെ ഓരോരുത്തരെയും പറ്റി കർത്താവ് നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുന്നേ ഒരു വലിയ പ്ലാൻ, ഒരു വലിയ പദ്ധതി ഒരുക്കിയാണ് കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവന്നത്. ആ പദ്ധതി അതാത് സമയങ്ങളിൽ നിറവേറുവാൻ കർത്താവ് നമ്മളെ ഓരോ മേഖലകളിലാക്കി വെക്കുമ്പോൾ വിവിധ സാഹചര്യങ്ങൾ കൊണ്ട്, വിവിധ തരമായ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ കഴിവുകൾ കുറഞ്ഞെന്ന് പറഞ്ഞ് പലപ്പോഴും ഈ ദൈവിക പദ്ധതിയിൽ നിന്ന് ഒത്തിരി ഒളിച്ചോടുന്ന അനേക പ്രിയപ്പെട്ടവരെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളെപ്പറ്റി ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ ഏത് അവസ്ഥയ്ക്കകത്ത് നിന്ന് നിങ്ങൾ ആയിരുന്നാലും ആ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ മടക്കി ആ ദൈവിക പദ്ധതിക്കകത്തേക്ക് കർത്താവ് മടക്കി കൊണ്ടുവരുന്ന ഒരു സമയമുണ്ട്. യോനെ പറ്റി നമ്മൾ ബൈബിളിൽ പഠിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പദ്ധതി നിനവയിലേക്ക് ചെന്ന് അവിടെ ദൈവവചനം പ്രസംഗിക്കാനാണ്. എന്നാൽ അതിന് മടിച്ചിട്ട്, അതിന് കഴിയാതെ താൻ മറ്റൊരു സ്ഥലത്തേക്ക്, തർസീസിലേക്ക് യാത്ര ചെയ്തു പോകുകയാണ്. ആ ദൈവിക പദ്ധതിക്കനുസരിച്ച് പോകുവാൻ കഴിയാതെ, ദൈവിക പ്ലാനിൽ നിന്ന് വഴിമാറി, ദൈവിക പദ്ധതിയിൽ നിന്ന് വഴിമാറി സഞ്ചരിച്ചപ്പോൾ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ നേരിട്ടു. പലതരത്തിലുള്ള പ്രതികൂലത്തിനകത്തുകൂടെ കടന്നുപോയി. അയ്യം വിളിക്കേണ്ട അവസ്ഥ വരെ വന്നു. ഒരിടത്തും ഉറച്ചു നിൽക്കുവാൻ കഴിയാതെ അവസാനം മടങ്ങി വന്ന് തന്റെ ദൈവിക പദ്ധതിക്കകത്തേക്ക് കർത്താവ് മടക്കി കൊണ്ടുവന്നതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ആരെങ്കിലും ദൈവിക പദ്ധതിക്കകത്തു നിന്ന് ഒളിച്ചോടി മാറി സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിന് വേണ്ടി കീഴ്പ്പെട്ട്, ദൈവിക പദ്ധതിക്ക് കീഴ്പ്പെട്ട് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളെ മാനിക്കുന്ന സമയമാണ്. എന്താണോ നിന്നെപ്പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തരെ പറ്റി കർത്താവ് എന്താണോ ആഗ്രഹിക്കുന്നത് അതിനായി ഒന്ന് സമർപ്പിച്ചു കൊടുക്കാം. മറിയ പറഞ്ഞതുപോലെ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം എന്താണോ ദൈവം നമ്മളെ പറ്റി ഈ ആയുസ്സിൽ ആഗ്രഹിക്കുന്നത് അത് ദൈവത്തിന് നിറവേറി കൊടുക്കുവാൻ ഓരോ രാജ്യങ്ങളിൽ, ഓരോ ദേശങ്ങളിൽ, വിവിധ ഇടങ്ങളിൽ കർത്താവ് നമ്മളിൽ കൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവിക പ്രവർത്തികളും, എല്ലാ ദൈവിക വാക്തത്വങ്ങളും നമ്മളിൽ കൂടെ ചെയ്യുവാൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കട്ടെ. ഇന്ന് ഈ ദൂതിന് ആമേൻ പറഞ്ഞ് നിങ്ങൾ സ്വീകരിക്കുന്നുവെങ്കിൽ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയ്ക്കകത്ത് നിന്ന്, ദൈവിക സാന്നിധ്യത്തിനകത്തു നിന്ന് വഴിമാറി സഞ്ചരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് നോക്കി ഞാൻ ആത്മാവിൽ പ്രവചന ശബ്ദമായി വിളിച്ചു പറയുകയാണ്, ഇത് മടങ്ങി വരാനുള്ള ടൈമാണ്. ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിന്നെ ദൈവിക പദ്ധതിക്ക് അകത്തേക്ക് കയറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു മടങ്ങി വരുന്നുവെങ്കിൽ ദൈവം നിന്നെ മാനിക്കും. ഈ ദൂതിന് ആമേൻ പറയുക. ഗോഡ് ബ്ലസ് യു.